പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും കെമിസ്ട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയാണ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് പറയുന്ന പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് എസ് ബ്ലോക്ക് എന്താണ്, പി ബ്ലോക്ക് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സുമാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് പറയുന്നത്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. രണ്ടാമത്തേന് നമ്മൾ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോടിച്ച് നോക്കാം അല്ലേ. ആരൊക്കെയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് പറയൂ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻഷ്യം എന്ന് പറയും. അതായത് ലീനക്ക്, റോബർട്ട്, ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻഷ്യം. അവരുടെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS1 ആയിരിക്കും. അതായത് അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നുണ്ടാവുക S1 എന്ന് പറയുന്ന കോൺഫിഗറേഷനിലാണ് അവർ ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി രണ്ടാമത്തേന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലേ. നമുക്കറിയാം എന്താണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർലിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോൺഷ്യം ഉണ്ട്, അതുപോലെ തന്നെ ബേരിയം ഉണ്ട്, അതുപോലെ തന്നെ റേഡിയം ഉണ്ട്. ഇത്രയും എലമെൻറ്റ്സ് ആണ് അതിൻ്റെ അകത്തുണ്ടാവുക. ഓക്കെ, നമ്മൾ പറയാറുണ്ട് അതായത് ബെൻസിൻ്റെ മാജിക് കാർ സ്ക്രൂ ബെൻഡായി റോഡിൽ കിടക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ ബെൻസിൻ്റെ എന്ന് പറയുമ്പോൾ BE പറയും, മാജിക് എന്ന് പറയുമ്പോൾ MG എന്ന് പറയും, കാർ എന്നുള്ളതിന് CA എന്ന് കൊടുക്കും, സ്ക്രൂ എന്നുള്ളതിന് SR എന്ന് പറയും, ബെൻഡായി എന്നുള്ളതിന് BA എന്ന് പറയും, അതുപോലെ തന്നെ അവസാനം റോഡിൽ കിടക്കുക എന്ന് പറയുന്നത് നമ്മൾ റേഡിയം എന്ന് പറയും. അങ്ങനെയാണ് നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ഓർത്ത് വെക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അതാണ്. ഇതാണ് നമ്മളിനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇവർ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഈ കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, മഗ്നീഷ്യം ഒക്കെ, ഇവരുടെയൊക്കെ ഈ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബെർലിയം ഒഴിച്ച് ബാക്കിയുള്ള ആളുകളുടെ കോമ്പൗണ്ട്സ് ഒക്കെ അവരുടെ വാട്ടറുമായിട്ടൊക്കെ റിയാക്റ്റീവ് അവരുടെ ഹൈഡ്രോക്സൈഡുകളൊക്കെ ഫോം ചെയ്യും. ഈ ഹൈഡ്രോക്സൈഡുകളൊക്കെ ആൽക്കലി സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പറയുന്നത്. ഓക്കെ, ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയൂ, ആൽക്കലി സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് ആ എലമെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്താണ്, അവരുണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് എന്താണ്, അവയുടെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ ഇവരുടെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ആൽക്കലി മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് അതായത് സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ എന്ന് പറയും. സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ. ഈ ആൽക്കലി മെറ്റൽസിൻ്റെ ഒരു സ്വഭാവമാണ്, ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലൂ കളറുള്ള സൊല്യൂഷൻ ഫോം ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ സ്ക്രീനിൽ അതിൻ്റെ ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ആ ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേര് അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്നാണ്. ആ അമോണിയേറ്റഡ് ഇലക്ട്രോൺ കാരണമായിട്ടാണ് ഇവിടെ ഒരു ബ്ലൂ കളർ ഫോം ചെയ്തത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി ലാബിൽ ഒരു അമോണിയ സൊല്യൂഷൻ എടുത്തിരിക്കുകയെന്ന് വിചാരിക്കാം. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അതിലേക്ക് എന്ത് ചെയ്തു എന്നറിയാലോ, സോഡിയത്തിൻ്റെ ഒരു പീസ് അതിലേക്ക് വീണു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ സൊല്യൂഷൻ മൊത്തം ഡീപ്പ് ബ്ലൂ കളറായിട്ട് മാറും. ആ ബ്ലൂ കളർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനകത്ത് ഫോം ചെയ്യുന്ന അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ്. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിബിൾ റീജിയനിൽ നിന്ന് എന്ത് ചെയ്യും, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിന് ബ്ലൂ കളർ നൽകുകയാണ് ചെയ്യാം. ഓക്കെ, അതാണെങ്കിലോ ഇനി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അത് ബ്രോൺസ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് മുമ്പ് പാരാമാഗ്നറ്റിക് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആയിരുന്നു ബ്ലൂ കളർ ആകുമ്പോൾ, എന്നാൽ ഇത് ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും, ബ്രോൺസ് കളറിലേക്ക് അത് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ചോദിക്കുക, എന്താണ് ലിക്വിഡ് അമോണിയൻ്റെ അകത്ത് ആൽക്കലി മെറ്റൽസ് വീണാൽ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ മൊത്തം ബ്ലൂ കളറായിട്ട് മാറും. എന്തുകൊണ്ടാണ് ബ്ലൂ കളർ ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് ആണ് കേട്ടോ. എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം ആണ്. ലിഥിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് അല്ലേ. നമുക്കറിയാം ആ ഗ്രൂപ്പ് നോക്കൂ നിങ്ങൾ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അല്ലേ. ലിഥിയം എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത അയാൾക്ക് സ്മോളർ സൈസാണ്,
ഹൈ പോളറൈസിങ് പവർ ഒക്കെ ആയത് കാരണം എന്ത് ചെയ്യുന്നു എന്നറിയാലോ, ഗ്രൂപ്പിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് ഇയാൾ കുറച്ച് വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നതിനെ നമ്മൾ അനോമലസ് ബിഹേവിയർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ലിഥിയത്തിൻ്റെ അനോമലസ് ബിഹേവിയർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ലിഥിയം അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഡ്യൂ ടു ഇറ്റ്സ് സ്മാളർ സൈസ് ആൻഡ് ഹൈ പോളറൈസിങ് പവർ എന്നാണ് പറയുന്നത്. എന്താ അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള മറ്റാളുകളിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക, ഏതൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം നോക്കൂ നിങ്ങൾ. ലിഥിയം ഈസ് മച്ച് ഹാർഡർ ആൻഡ് ഹാസ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ദാൻ അതർ ആൽക്കലി മെറ്റൽസ്. മറ്റുള്ള ആൽക്കലി മെറ്റലിനെ അപേക്ഷിച്ച് ലിഥിയം എന്ത് കാണിക്കുന്നു? ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കാണിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ് അല്ലെങ്കിൽ അനോമലസ് ബിഹേവിയർ. രണ്ടാമത്തായിട്ട് പറയുന്നത് ലിഥിയം ഈസ് ദ ലീസ്റ്റ് റിയാക്റ്റീവ് ബട്ട് ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എന്നാണ്. ലിഥിയം ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് ഓൺലി മോണോക്സൈഡ് വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇവർ Li2O എന്ന് പറയുന്ന മോണോക്സൈഡ് ആണ് ഫോം ചെയ്യുക എന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ് മറ്റുള്ള കോമ്പൗണ്ടുകളെ അപേക്ഷിച്ചിട്ട് ഇയാൾക്ക് മോണോക്സൈഡ് മാത്രം ഫോം ചെയ്യാനുള്ള കഴിവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പറയുന്നത് LiCl എന്ന് പറയുന്നത് ലിഥിയം ക്ലോറൈഡ് ഡെലിക്വിസെന്റ് ആണ് ആൻഡ് ക്രിസ്റ്റലൈസസ് ആസ് ഹൈഡ്രേറ്റ് ബട്ട് ദ അതർ ആൽക്കലി മെറ്റൽ ക്ലോറൈഡ്സ് ഡു നോട്ട് ഫോം ഹൈഡ്രേറ്റ്സ്. അതായത് വാട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുക. ഓക്കെ, ഡെലിക്വിസെന്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൽക്കലി മെറ്റലുകളുടെ ക്ലോറൈഡുകളൊക്കെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, അതായത് സോഡിയം ക്ലോറൈഡ്, മാഗ്നീഷ്യം ക്ലോറൈഡ് പോലുള്ള സംഭവങ്ങളൊന്നും ഹൈഡ്രേറ്റ് ഫോം ചെയ്യില്ല, അതായത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യില്ല. പക്ഷെ ലിഥിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? LiCl2H2O എന്ന് പറയുന്ന ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് ലിഥിയം ബൈകാർബണേറ്റ് ഈ സ്റ്റേബിൾ ഓൺലി ഇൻ സൊല്യൂഷൻ. സൊല്യൂഷനിൽ മാത്രമാണ് ലിഥിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 4 ഡിഫറൻസുകൾ, അനോമലസ് ബിഹേവിയറുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരിൽ നിന്ന് ലിഥിയം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്, എന്തൊക്കെ കാര്യത്തിലാണ് വ്യത്യാസപ്പെടുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ടുകളും അവയുടെ പ്രിപ്പറേഷൻസും അവരുടെ യൂസസുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് Na2CO3 10H2O എന്ന് പറയുന്ന വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. വാഷിംഗ് സോഡ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന വാഷിംഗ് സോഡയുടെ പ്രിപ്പറേഷൻസിനെ വിളിക്കുന്ന പേരാണ് സോൾവേ പ്രോസസ് എന്നാണ് പറയുക. നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, എക്സാമിന് ചോദിക്കും, സോൾവേ പ്രോസസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ സോൾവേ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ആ റിയാക്ഷൻസ് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ അതിനെ എഴുതിയെടുക്കും വേണം. നമ്മളിനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് സോൾവേ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ carbon dioxide gas pass through concentrated NaCl solution saturated with ammonia. അതായത് ആദ്യം നമ്മൾ അമോണിയ എന്ത് ചെയ്യുന്നു എന്നറിയാലോ, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് അമോണിയം കാർബണേറ്റ് ആക്കി മാറ്റുന്നു. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കണം കേട്ടോ റിയാക്ഷൻ. സോ അമോണിയം കാർബണേറ്റ് ആക്കി മാറ്റുന്നു. അമോണിയം കാർബണേറ്റിലേക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മോളിക്യൂളും ഒക്കെ റിയാക്ഷൻ പങ്കെടുപ്പിച്ചിട്ട് അമോണിയം ബൈകാർബണേറ്റ് ആക്കി മാറ്റുന്നു. ഈ അമോണിയം ബൈകാർബണേറ്റിലേക്ക് നമ്മൾ NaCl സൊല്യൂഷൻ ഒഴിച്ചിട്ട് അതിനെ നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന NaHCO3 ആക്കി മാറ്റുന്നു. ഈ NaHCO3യെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് Na2CO3 എന്ന് പറയുന്ന സോഡിയം കാർബണേറ്റ് കിട്ടുന്നു. ഇതാണ് അവയുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഷിംഗ് സോഡ ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്ത് പറയും? ആദ്യം നമ്മൾ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ഷൻ പങ്കെടുത്ത അമോണിയം കാർബണേറ്റ് ഉണ്ടാക്കി. അമോണിയം കാർബണേറ്റ് എന്താക്കി മാറ്റി? അമോണിയം ബൈകാർബണേറ്റ് ആക്കി മാറ്റി. അമോണിയം ബൈകാർബണേറ്റിനെ നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് ആക്കി മാറ്റി. സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ എന്താക്കി മാറ്റി? സോഡിയം കാർബണേറ്റ് ആക്കി മാറ്റി. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ സ്റ്റെപ്പുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. ഓക്കെ, റിയാക്ഷൻസ് എഴുതി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, റിയാക്ഷൻസ് ആണ് ബെറ്റർ, എഴുതി പഠിക്കാൻ പ്രയാസമുള്ളവർ ആ സ്റ്റെപ്പുകളെങ്കിലും എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. മനസ്സിലാവും? എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്,
എന്തുകൊണ്ടാണ് സോൾവേയ പ്രോസസ്സിൽ നമുക്ക് K2CO3 പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത് എന്ന് എക്സാമിന് ചോദിക്കും. Na2CO3 പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് K2CO3? അപ്പോൾ അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സോൾവേയ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സുകൾ നോക്കിയപ്പോൾ അതിൽ സ്റ്റെപ്പിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ടെന്ന് അറിയാലോ, NaHCO3 എന്ന് പറയുന്ന സോഡിയം ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഈ സോഡിയം ബൈകാർബണേറ്റ് ക്രിസ്റ്റലൈൻ ഫോമിലാണ്, അതായത് പ്രിസിപ്പിറ്റേറ്റിൻ്റെ രൂപത്തിലാണ്, നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ KHCO3 എന്ന് പറയുന്ന പൊട്ടാസ്യം ബൈകാർബണേറ്റ് സോൾവേ പ്രോസസ്സിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൊട്ടാസ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ ഹൈലി സൊല്യൂബിളാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും അതിനെ K2CO3 ആയിട്ട് കൺവേർട്ട് ചെയ്യാനും കഴിയില്ല. അപ്പോൾ എക്സാമിന് ചോദിച്ച റീസൺ പറയേണ്ടത് എന്താണ്, അവിടെ ഫോം ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള KHCO3 എന്ന് പറയുന്ന പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്താണെന്ന് പറയണം, ഹൈലി സൊല്യൂബിൾ ഇൻ വാട്ടർ എന്നാണ് പറയേണ്ടത്. മനസ്സിലാവുണ്ടല്ലോ. അതാണ് നമുക്ക് സോൾവേ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് Na2CO3 10H2O എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന വാഷിംഗ് സോഡ എന്ന് പറഞ്ഞു അല്ലേ. ഈ വാഷിംഗ് സോഡയെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് Na2CO3 9H2 ആയിട്ട് മാറും. ഒരു വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ വീണ്ടും സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Na2CO3 കിട്ടും. ഈ Na2CO3 നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡ ആഷ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സോഡ ആഷ്. അത് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. Na2CO3 10H2 ആകുമ്പോഴാണ് നമ്മൾ അതിന്റെ വാഷിംഗ് സോഡ എന്ന് വിളിക്കുക. Na2CO3 മാത്രമാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡ ആഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഠിച്ച സോഡിയം കാർബണേറ്റിന്റെ അല്ലെങ്കിൽ വാഷിംഗ് സോഡയുടെ എന്താണ് യൂസസ് ആണ് പറയുന്നത് കേട്ടോ. യൂസസ് ഓഫ് വാഷിംഗ് സോഡ. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായിട്ട് ഇതിന് വാഷിംഗ് സോഡ നിങ്ങൾ പേര് കേട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണ്ടറി പർപ്പസിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡ്രസ്സ് അലക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. ഓക്കെ, അതായത് സോഫ്റ്റനിങ് ഓഫ് വാട്ടർ എന്ന് പറയും. വെള്ളത്തിന്റെ ഹാർഡ് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പേപ്പർ ഇൻഡസ്ട്രീസിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കെമിസ്ട്രി ലാബിൽ നമ്മൾ ലബോറട്ടറി റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് യൂസസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതാണ് നമുക്ക് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന വാഷിംഗ് സോഡയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മറക്കല്ലേ, Na2CO3 10H2 ആവുന്ന സമയത്താണ് നമ്മൾ അതിനെ വാഷിംഗ് സോഡ എന്ന് വിളിക്കുള്ളൂ. Na2CO3 മാത്രമാണെങ്കിൽ അതിനകത്ത് വാട്ടർ മോളിക്യൂൾ ഇല്ലെങ്കിൽ അതിന് നമ്മളത് സോഡ ആഷ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന ബേക്കിംഗ് സോഡ എന്ന് പറയും. നിങ്ങൾ കേട്ടോ, ചെറിയ ക്ലാസ്സിൽ കേട്ട ഒന്നാണ് ബേക്കിംഗ് സോഡ. NaHCO3 എന്നാണ് പറയുക ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബേക്കിംഗ് സോഡ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ സോൾവേ പ്രോസസ്സ് പറഞ്ഞപ്പോൾ അതിനകത്തൊരു സ്റ്റെപ്പ് ഉണ്ടായി, നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. അതായത് NaHCO3 സ്റ്റെപ്പ് വന്നിരുന്നു. അതായത് ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റിലേക്ക് വാട്ടർ മോളിക്യൂളും കാർബൺ ഡൈ ഓക്സൈഡും പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സോഡിയം ബൈകാർബണേറ്റ് കിട്ടും. ഓക്കെ, അതായത് ബൈ സാച്ചുറേറ്റിംഗ് ദ സൊല്യൂഷൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് പറയുക. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ സോഡിയം കാർബണേറ്റിലേക്ക് സോഡിയം കാർബണേറ്റ് പ്ലസ് H2O പ്ലസ് CO2 അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സോഡിയം ബൈകാർബണേറ്റ് കിട്ടും. NaHCO3 എന്ന് പറയുന്ന സോഡിയം ബൈകാർബണേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഫോർമുല എന്തായാലും പഠിച്ചിരിക്കണം. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആ കോമ്പൗണ്ടുകളും അവയുടെ ഫോർമുലയും ഒരു കോളത്തിനകത്ത് എഴുതി തരാം. ഓക്കെ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളതാണ്. സോഡിയം ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും അല്ലേ. നമ്മൾ അപ്പ സോഡ എന്ന് പറയുന്ന സംഭവമാണ് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ എന്താണ് ബേക്കിംഗ് സോഡയുടെ പ്രധാനപ്പെട്ട ഒരു യൂസ് എന്ന് പറയുന്നത് ഫയർ എക്സ്റ്റിങ്ഷർ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റിസെപ്റ്റിക് ആണ്. നമ്മുടെ സ്കിന്നിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ടൊക്കെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട് ഓഫ് കാൽഷ്യം, ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം ആണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ സോഡിയത്തിൻ്റെ പറഞ്ഞു, അതായത് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന വാഷിംഗ് സോഡയെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന ബേക്കിംഗ് സോഡയെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കോമ്പൗണ്ടാണ് നമ്മൾ പറയുന്ന ക്യുക്ക് ലൈം എന്ന് പറയും. ക്യുക്ക് ലൈമിൻ്റെ ഫോർമുലയാണ് CaO എന്നാണ് പറയുക കേട്ടോ. കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് CaO എന്നാണ് പറയുക. അപ്പോൾ ഈ ക്യുക്ക് ലൈം എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്ന ലൈം സ്റ്റോൺ ഇല്ലേ, ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാം CaCO3 എന്ന് പറയുന്ന ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CaO പ്ലസ് CO2 ആണ് കിട്ടുക. CO2നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, CaO എന്ന് പറയുന്ന ക്യുക്ക് ലൈമിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കല്ലേ, ക്യുക്ക് ലൈമിനെ എങ്ങനെയാണ് നിർമ്മിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബൈ ഹീറ്റിംഗ് ലൈം സ്റ്റോൺ എന്നാണ്. ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുക. റോട്ടറി കിലൻ എന്ന് പറയുന്ന
എന്താണ് ഫർണസിനകത്ത് വെച്ചിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യുക്ക് ലൈം എന്ന് പറയും. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ക്യുക്ക് ലൈമാണ് പറയുന്നത്. ക്യുക്ക് ലൈമിന്റെ പ്രത്യേകത, ഇത് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടും മോയിസ്ചർ എന്ന് പറയുന്ന വാട്ടറുമായിട്ടൊക്കെ റിയാക്ഷനിൽ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് CO2മായിട്ടാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. എന്നാൽ കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. CaOH ട്വൈസ് എന്ന് പറയുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ട് വലിയ ക്യുക്ക് ലൈമിൻ്റെ അല്ലെങ്കിൽ ലൈമിൻ്റെ പാർട്ടിക്കിളുകളെ ചെറുതായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ സ്ലേക്കിംഗ് ഓഫ് ലൈം എന്നാണ് വിളിക്കുക. അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലേക്കഡ് ലൈം എന്നാണ് പറയുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്താണ്, ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയും. അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കഡ് ലൈം എന്നാണ് പറയുക. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത്, ഈ ക്യുക്ക് ലൈം എന്ന് പറയുന്ന കാൽഷ്യം ഓക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന കോസ്റ്റിക് സോഡയും കൂടി കമ്പൈൻ ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡാ ലൈം എന്നാണ് വിളിക്കുക കേട്ടോ. അതിന് വിളിക്കുന്ന പേരെന്താണ്, സോഡാ ലൈം എന്ന് പറയും. അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്. അപ്പോൾ യൂസസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത്, നമ്മൾക്ക് അറിയാവുന്ന സിമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സിമെന്റിന്റെ പ്രിപ്പറേഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ എന്താണ് ക്യുക്ക് ലൈം എന്ന് പറയുന്ന വസ്തു ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളെ മെറ്റലർജി എന്ന് പറയുന്നതിൽ അയേണിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കിയിട്ട് കാൽഷ്യം ഓക്സൈഡ് ആക്കി മാറ്റിയിട്ട് അതിനെ സിലിക്കൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സ്ലാഗ് ഫോർമേഷൻ നടത്തുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗാങ് പ്ലസ് ഫ്ലെക്സ് ഗീവ് സ്ലാഗ് എന്ന് പഠിച്ചിട്ടില്ലേ. അവിടുത്തെ ഫ്ലെക്സ് ആയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലെക്സ് ആയിട്ട് മെറ്റലർജിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 1-2 യൂസസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ എന്തൊക്കെ യൂസസ് പറഞ്ഞത്, മെറ്റലർജിയുടെ അകത്ത് അതായത് മെറ്റലുകളെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, സിമെന്റ് ഫാക്ടറിയിൽ എന്ത് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റിന്റെ പ്രിപ്പറേഷന്റെ സമയത്തും ഈ എന്താണ് ലൈമിനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടേംസ്. ഇനി രണ്ടാമത്തെ കാൽഷ്യത്തിന്റെ കോമ്പൗണ്ടാണ് സ്ലേക്കഡ് ലൈം എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സ്ലേക്കഡ് ലൈം നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. സ്ലേക്കഡ് ലൈമിന്റെ ഫോർമുലയാണ് CaOH ട്വൈസ് എന്ന് പറയുന്നത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ആദ്യം ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് സ്ലേക്കഡ് ലൈം ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ക്യുക്ക് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്യാണ് ചെയ്യുക. H2O വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സ്ലേക്കഡ് ലൈം കിട്ടും. ആ സ്ലേക്കഡ് ലൈമിന്റെ അക്വസ് സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ എന്നാണ് വിളിക്കുക. നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. എന്താണ്, അക്വസ് സൊല്യൂഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഈസ് കോൾഡ് ലൈം വാട്ടർ എന്ന് പറയും. എന്നാൽ എന്താണ് അതിന്റെ സസ്പെൻഷൻ എന്ന് പറയും. നിങ്ങൾക്കറിയാം സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് തിക്കായിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുക. സസ്പെൻഷൻ വിളിക്കുന്ന പേരെന്താണ്, മിൽക്ക് ഓഫ് ലൈം എന്ന് പറയും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മളതിനെ എന്താണ് ലൈം വാട്ടർ എന്ന് പറയും, സസ്പെൻഷൻ ആണെങ്കിൽ നമ്മളതിനെ മിൽക്ക് ഓഫ് ലൈം എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സ്ലേക്കഡ് ലൈം ആണ്. സ്ലേക്കഡ് ലൈമിന്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, പ്രോപ്പർട്ടീസ് ഓഫ് സ്ലേക്കഡ് ലൈം. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ലേക്കഡ് ലൈം എന്ന് പറയുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ലൈം വാട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈം വാട്ടർ ടേൺസ് മിൽക്കി എന്നാണ്, അത് പാൽ നിറായിട്ട് മാറും. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് നമ്മൾ ലൈം വാട്ടർ എടുത്തിട്ട് ഈ ലൈം വാട്ടറിലേക്ക് നമ്മൾ ലൈം വാട്ടർ എന്നാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് സ്ലേക്കഡ് ലൈമിനെ നമ്മൾ ലൈം വാട്ടർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവർ പറയുന്നത് ഈ ലൈം വാട്ടറിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ മിൽക്കി കളർ ഫോം ചെയ്യും. ആ മിൽക്കി കളർ ഫോം ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ CaCO3 എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ ഒരാൾ വീണ്ടും അതിലേക്ക് കുറേ കാർബൺ ഡൈ ഓക്സൈഡിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ CaCO3 എന്ന് പറയുന്ന ആൾ കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അത് സൊല്യൂബിൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ക്ലിയർ സൊല്യൂഷൻ ആയിട്ട് മാറും. ആദ്യം പാൽ നിറമായിട്ടുള്ള മിൽക്കി ആയിട്ടുള്ളത് പിന്നെ എന്തായിട്ട് മാറും, ക്ലിയർ ആയിട്ട് മാറും. അപ്പോൾ അത് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. എന്താണ്, ലൈം വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്കി കളർ ഫോം ചെയ്യും. കാരണം
ആ മിൽക്കി കളറിലുള്ള കാരണം അവിടെ ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണ്. എക്സസ് ആയിട്ട് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിൽക്കി കളർ ഡിസപ്പിയർ ചെയ്യും, ക്ലിയർ സൊല്യൂഷൻ ആയിട്ട് ഫോം ചെയ്യും. കാരണം അത് കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് എന്നാണ്. ആ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, സ്ക്രീനിൽ നോക്കുക. ഓക്കെ, പിന്നെ വേറൊന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സ്ലേക്കഡ് ലൈമിലേക്ക് ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CaOCl ട്വൈസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ഇതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്ലീച്ചിങ് പൗഡർ എന്നാണ് വിളിക്കുക. ആ ബ്ലീച്ചിങ് പൗഡറായിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി യൂസസ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ ഗുഡ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഇത് ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്നറിയാലോ, ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലാസിന്റെ നിർമ്മാണ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. അതായത് ടാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെതർ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്നറിയാലോ, ഈ സ്ലൈക്കിൾ ലൈം എന്ന് പറയുന്ന വസ്തു എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുക. ഓക്കെ, ഇനി കാൽഷ്യത്തിന്റെ മൂന്നാമത്തെ കോമ്പൗണ്ട് നമ്മൾ പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ലൈം സ്റ്റോണിനെ കുറിച്ചാണ് പറയുന്നത്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ. അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ലൈം സ്റ്റോണിന്റെ പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്ലൈക്കഡ് ലൈം എന്ന് പറയുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം കാർബണേറ്റ് കിട്ടും. നമ്മൾ എവിടെയെങ്കിലും കാൽഷ്യം കാർബണേറ്റ് കണ്ടിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കാൽഷ്യം കാർബണേറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ലൈം സ്റ്റോൺ എന്ന് വിളിക്കുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ്, മാർബിൾ എന്ന് വിളിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്, ചോക്ക് എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ. അങ്ങനെ പല രൂപത്തിൽ കാണപ്പെടുന്നതാണ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാൽഷ്യം കാർബണേറ്റിന്റെ പ്രിപ്പറേഷൻ വെച്ച് എന്താ പറയുന്നത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കാൽഷ്യം കാർബണേറ്റ് കിട്ടും എന്നാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ക്യുക്ക് ലൈം ആയിട്ട് മാറും. നമുക്ക് അറിയുന്നത് അതിന്റെ പ്രോപ്പർട്ടിയാണ്. വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ഇറ്റ് ഫോംസ് കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന വസ്തുവിന്റെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാൽഷ്യം കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവോൾവ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ കാൽഷ്യം കാർബണേറ്റ് HCl റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും. സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യിക്കാനുള്ള കഴിവ് ഈ കാൽഷ്യം കാർബണേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇരുമ്പിന്റെ എക്സ്ട്രാക്ഷൻ, അയേണിന്റെ എക്സ്ട്രാക്ഷന്റെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ടുകൊടുക്കുന്ന വസ്തു ലൈം സ്റ്റോൺ എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ്. അതിൽ നിന്നാണ് കാൽഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. അവിടെ ഫ്ലെക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതും കാൽഷ്യം കാർബണേറ്റ് ആണ്. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിന്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. മെറ്റലർജിക്കൽ പ്രോസസ്സിൽ കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിന്റെ രൂപത്തിൽ പറയും? മാർബിളിന്റെ രൂപത്തിൽ നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ പറയുന്നത് താജ്മഹൽ അല്ലെ, താജ്മഹലിലെ വൈറ്റ് മാർബിൾസ് എന്ന് പറയുന്നുണ്ട്. അതിലെ ഫോർമുല എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. CaCO3 എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇതാണ് ഇതിന്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാൽഷ്യത്തിന്റെ കോമ്പൗണ്ടിലേക്ക് പോവാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽഷ്യത്തിന്റെ നാലാമത്തെ കോമ്പൗണ്ടാണ്. നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോർമുല ശ്രദ്ധിക്കൂ നിങ്ങൾ. CaSO4 ½ എന്നാണ് പറയുക. കാൽഷ്യം സൾഫേറ്റ് ½ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിപ്സം എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ജിപ്സത്തിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. CaSO4 2H2O എന്ന് പറയുന്നതാണ് ജിപ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ജിപ്സത്തെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CaSO4 ½ H2O 3/2H2O എന്ന് പറയുന്ന, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണും, ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ജിപ്സത്തെ ചൂടാക്കിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? അതിൽ നിന്നുള്ള വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വെറും ½ ഹെമി ഹൈഡ്രേറ്റ് എന്നാണ് അതുകൊണ്ട് പറയാം. ½ ആയതുകൊണ്ട് അതാണ് പറയാം കേട്ടോ, ഹെമി ഹൈഡ്രേറ്റ്. അപ്പോൾ ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പറയും എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറയും? CaSO4 2H2O എന്ന് പറയുന്ന ജിപ്സത്തെ ഹീറ്റ് ചെയ്തിട്ടാണ് CaSO4 ½ H2O ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ചൂടാക്കുക.
നമ്മൾ 393 കെൽവിൻ ടെമ്പറേച്ചർ ചൂടാക്കിയിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഇനിയും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിലുള്ള ഹാഫ് H2 കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് CaSO4 മാത്രം കിട്ടും. ആ CaSO4 നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നാണ് വിളിക്കുക. എക്സാമിന് ചോദിക്കൂട്ടോ. എന്താണ്? വാട്ടർ മോളിക്യൂൾ ഇല്ലാത്ത CaSO4 നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നാണ് പറയുക. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് സെറ്റ് ആവാനും ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്കറിയാം, ചെറിയ കുട്ടികളൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ സ്റ്റാറ്റ്യൂസ് ഒക്കെ നിർമ്മിക്കാറുണ്ട് അല്ലേ. അതിനൊരു മത്സര ഇനത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്, പല കുട്ടികളും അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രത്യേകത. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോളിഡ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി എന്തിനൊക്കെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാത്ത ഒരു എക്സാമ്പിൾ നമ്മൾ പറയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ബോൺ ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റർ ഇടുക എന്ന് പറയില്ലേ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം എന്താണ്, സ്റ്റാറ്റ്യൂസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഓക്കെ, ബിംബങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് റോഡ് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ദൈവങ്ങളുടെയൊക്കെ പല രൂപങ്ങളൊക്കെ കാണാൻ പറ്റില്ലേ. അതുപോലെ പല ഇമാജിനറി ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ പലരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അത് കംപ്ലീറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് പലരും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഹെമി ഹൈഡ്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞ് ഹാഫ് H2 ആണ് കേട്ടോ. ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് ഈസ് കാൾഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സിമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. സിമെൻറ്റ്. അപ്പോൾ സിമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോസഫ് ആസ്പ്ഡിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ സിമെൻറ്റിനെ നമ്മൾ മാജിക് പൗഡർ എന്നാണ് അറിയപ്പെടുക. മാജിക് പൗഡർ അല്ലേ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരുപാട് കോമ്പോസിഷൻസ് ഉണ്ട്, ഒരുപാട് സബ്സ്റ്റൻസ് അതിൻ്റെ അകത്ത്. പ്രധാനമായിട്ടുള്ള അതിൻ്റെ അകത്തുള്ള 2 വസ്തുക്കളാണ്, ഒന്ന് ലൈം സ്റ്റോൺ എന്ന് പറയുന്നതും വേറൊന്ന് ക്ലേ എന്ന് പറയുന്നത് കേട്ടോ, പ്രധാനമായിട്ടും. പിന്നെ സിലിക്ക ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, അങ്ങനെ കുറേ അലുമിനിയത്തിൻ്റെ ഓക്സൈഡുകളുണ്ട്, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മാജിക് പൗഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ബേസിക് ആയിട്ട് എങ്ങനെയാണ് സിമെൻറ്റ് നിർമ്മിക്കുക എന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈമിനെയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്ലേ എന്ന് പറയുന്ന വസ്തു ഉണ്ടല്ലോ, അത് രണ്ടുമാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ പറഞ്ഞല്ലോ. കുറേ ഉണ്ട് കേട്ടോ റോ മെറ്റീരിയൽസ്, ഇത് രണ്ടുമാണ് മെയിൻ റോ മെറ്റീരിയൽ. ഇവരെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമെൻറ്റ് ക്ലിങ്കർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കിട്ടും, സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കിട്ടും, സിമെൻറ്റ് ക്ലിങ്കർ. ആ സിമെൻറ്റ് ക്ലിങ്കറിലേക്ക് നമ്മൾ ജിപ്സം ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സിമെൻറ്റ് ക്ലിങ്കറിലേക്ക് നമ്മൾ ഈ ജിപ്സം ആഡ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ ജിപ്സം ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്യും. സിമെൻറ്റ് എന്ത് ചെയ്യും, സെറ്റിംഗ് നടക്കും, സോളിഡ് മാസ്സായിട്ട് മാറും. അപ്പോൾ അത് ആ ഒരു സെറ്റിംഗ് സമയം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ഉപയോഗിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിക്കുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് നടത്തുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ അതിലേക്ക് ജിപ്സം ആഡ് ചെയ്യുന്നത്? ജിപ്സം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, CaSO4 2H2 ആണ് അല്ലേ. അപ്പോൾ ജിപ്സം ആഡ് ചെയ്യുന്നത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്, ടു സ്ലോ ഡൗൺ ദി സെറ്റിംഗ് ടൈം എന്നാണ്. സെറ്റിംഗ് സമയം കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ടു കൺട്രോൾ ദി സെറ്റിംഗ് ടൈം എന്ന് പറയാൻ പറ്റും. ഇനി എന്താണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയൂ, നമ്മൾ സിമെൻറ്റിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക, സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയും. അപ്പോൾ ആ സെറ്റിംഗ് നടക്കുന്നതിൻ്റെ സമയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ജിപ്സം അതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് പറയാം. അത് ജിപ്സം ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയില്ലോ, വളരെ പെട്ടെന്ന് ഇത് സോളിഡ് മാസ്സായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.